സോ ഹലോ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കാൻ പോകുന്നത്, നമ്മൾ മിക്കവാറും കൂടുതൽ പ്ലേയേഴ്സ് നമ്മൾ 2CF കളിക്കുന്നവരായിരിക്കും, ഈ ഡിവിഷൻ കളിക്കുന്നവരൊക്കെ. നമുക്ക് ഈ 2CFിലെ ഏറ്റവും നല്ല 2 CF കോമ്പിനേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ കുറേ കോമ്പിനേഷൻ കളിപ്പിച്ച് നോക്കി. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കോമ്പിനേഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇനി തൊട്ട് ലൈവ് ഇടുന്നതായിരിക്കും. അപ്പോൾ ലൈവിനകത്ത് നമ്മൾ ഓരോരോ 2CF നമ്മൾ ഓരോ ആഴ്ചയിലും ഓരോ CF വെച്ച് നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നതായിരിക്കും. നമുക്കൊരു ഐഡിയ കിട്ടും ഏറ്റവും നല്ല 2CFിൽ ഏറ്റവും നല്ല കോമ്പിനേഷൻസ് ആരാണ്, അവർ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ലൈവ് ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ 2CFിൽ കളിപ്പിക്കുന്നവർ കുറച്ച് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക്, ഈ 2CFിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം 2 പ്ലേയേഴ്സ് നല്ലൊരു കോമ്പിനേഷൻ വേണം. അതില്ലെങ്കിൽ പിന്നെ നമുക്ക് കാര്യമില്ല. കാരണം ഇപ്പോഴത്തേക്ക് ഒരാൾ ഓടും, മറ്റേ ആൾ ബാക്ക് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ലാത്ത പോലെയാണ് 2CF. 2 CF ഒരുപോലെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ നമുക്ക് സംഭവം അടിപൊളിയായിരിക്കും. 2CF വെച്ചിട്ട് നമുക്ക് ഏത് ഡിഫൻസ് വേണമെങ്കിലും സുഖമായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ആണ്. നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു 2-3 എണ്ണത്തിന് നമ്മൾ പറയുന്നതായിരിക്കും 2CF കോമ്പിനേഷൻസ്. അത് കഴിയുമ്പോൾ നമ്മൾ ലൈവിൽ ഇനി തൊട്ട് എല്ലാ ദിവസവും ലൈവ് ഇടുന്നുണ്ട്. അതിനകത്ത് നമ്മളിങ്ങനെ ഓരോ 2CF നമ്മൾ ഓരോ ആഴ്ചയിലും വെച്ചിട്ടിങ്ങനെ ഒരു പരീക്ഷിച്ച് നോക്കും. എന്നിട്ട് നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടുമല്ലോ, അവരുടെ പ്ലേയിങ് സ്റ്റൈലും പിന്നെ അവരുടെ ഗോൾ അടിക്കുന്ന രീതിയൊക്കെ വെച്ചിട്ട്. എനിക്കിഷ്ടപ്പെട്ടൊരു 2 2CFകൾ എന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മുടെ റുമ്മി പ്ലസ് റൊണാൾഡോ ആണ്. നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. ഇതാണ് ഞാനിപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം എല്ലാവരുടെ അടുത്ത് എപ്പിക്ക് അല്ലെങ്കിൽ ബിഗ് ടൈം അല്ലെങ്കിൽ ഷോർട്ട് ടൈം റൊണാൾഡോ ഒക്കെ ഉള്ളതാണ് അവർ മാക്സിമം അതായിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ കോമ്പിനേഷൻ അടിപൊളിയാണ്. നമ്മൾ കളിപ്പിച്ചവർക്ക് അറിയാൻ പറ്റും റുമ്മി പ്ലസ് റൊണാൾഡോ. കാരണം റുമ്മിക്ക് നമ്മൾ പന്തിട്ട് കൊടുത്തിട്ട് റുമ്മി അത് ത്രൂ നേരെ കറക്റ്റ് റൊണാൾഡോക്ക് ഇട്ട് കൊടുക്കും. റൊണാൾഡോ കറക്റ്റ് ടൈമിൽ ഓടുകയും ചെയ്യും. ആ രീതിക്കാണ് ഇവരുടെ കോമ്പിനേഷൻ വർക്കൗട്ട് ആകുന്നത്. എനിക്കിഷ്ടപ്പെട്ടൊരു കോമ്പിനേഷൻ തന്നെയാണിത്. പിന്നെ നമ്മൾ 2CF എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു കോമ്പിനേഷൻ നോക്കണം, നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് വേണം 2 പ്ലേയേഴ്സും 2 CFും. അതല്ലെങ്കിൽ ഇപ്പോൾ പണിയാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നമ്മുടെ ടോറസില്ലേ കാണിച്ചു തരാം. ഈ ടോറസ് നമ്മുടെ റുമ്മിയും വെച്ചിട്ട് ഞാൻ കളിപ്പിച്ച് നോക്കും. പക്ഷേ എനിക്കത്ര എഫക്റ്റീവായിട്ട് കിട്ടുന്നില്ല കളി. പക്ഷെ കാരണം പറയുമ്പോൾ റുമ്മി ഓടും, പക്ഷേ ടോറസ് ആ സമയത്ത് റൺ എടുക്കില്ല. അങ്ങനെ കുറച്ച് സീനുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മുടെ റൊണാൾഡോ പ്ലസ് നമ്മുടെ റുമ്മി അങ്ങനത്തെ ഒരു സീനില്ല. കറക്റ്റ് അവർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് മറ്റേ പ്ലെയർ ഓടുന്നതൊക്കെ കറക്റ്റ് അറിയുന്ന രീതിയിലാണ് അവന്മാർ കളിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ് നമ്മുടെ ടോറസ് പ്ലസ് നമ്മുടെ സ്റ്റോയ്ക്കോവിച്ച് ഉണ്ട്. ഇത് 2 അടിപൊളി കോമ്പിനേഷനാണ്. കളിപ്പിച്ചാൽ മനസ്സിലാവും സംഭവം. ഞാൻ ഇപ്പോൾ സ്റ്റോയ്ക്കോവിച്ചിനെ ഇറക്കാറില്ല, കാരണം നമുക്ക് ബാക്ക് ടു നമ്മൾ റൊണാൾഡോ പ്ലസ് റുമ്മി കോമ്പിനേഷനിൽ എത്തിയാറാണ്. ഫസ്റ്റ് ഹാഫിൽ മാക്സിമം ഇറക്കണമെങ്കിൽ റൊണാൾഡോ പ്ലസ് റുമ്മി ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ടോറസ് പ്ലസ് സ്റ്റോയ്ക്കോവിച്ച് ആയിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോയ്ക്കോവിച്ചിനെ കൊണ്ട് അത്യാവശ്യം കളി കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ചെയ്യുന്ന കാർഡ് തന്നെയാണ് സ്റ്റോയ്ക്കോവിച്ച് പ്ലസ് നമ്മുടെ ടോറസ്. അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഉള്ളവരൊന്ന് കളിപ്പിച്ച് നോക്കുക. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹാളൻഡ് പ്ലസ് നമ്മുടെ ന്യൂനസ് ഉണ്ട്. ഇവരെ 2 ആളുകളാണ് എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടൊരു 2CF കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ. ഒരു സംഭവം അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിൽ ഇവന്മാർ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ല ഫിസിക്കൽ നല്ല ഹൈറ്റുള്ള പ്ലേയേഴ്സാണ് നമ്മുടെ ന്യൂനസും ഹാളൻഡ് ആണെങ്കിലും ശരി. സെക്കൻഡ് ഹാഫിൽ മെയിനായിട്ട് ഇവരായിരിക്കും ഇറക്കുന്നത്. ഇപ്പോൾ നമ്മളല്ലോ ഒരു ഗോളിന് ബാക്കിലോ എല്ലാം ആണെങ്കിൽ ഞാൻ മൂപ്പരാൾക്ക് മാക്സിമം ഇറക്കാൻ നോക്കുക. ഇതൊക്കെയാണ് എൻ്റെ 2CF കോമ്പിനേഷൻ എനിക്കിഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും അടിപൊളി കോമ്പിനേഷൻ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക 2CF. അതുപോലെ തന്നെ നമ്മൾ തൊട്ട് ലൈവിൽ നമ്മളിങ്ങനെ ഓരോരോ ആഴ്ചയിലും പ്രത്യേകം നമ്മുടെ ബാറ്റിസ്റ്റുട്ട പ്ലസ് നമ്മുടെ എംബാപ്പെ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോ 2CF കോമ്പിനേഷൻ വെച്ചിട്ട് ഇങ്ങനെ കളിപ്പിച്ച് നോക്കുന്നതായിരിക്കും. അത്യാവശ്യം എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈവിന് കയറാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ലൈവ് കാണുക. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെയാണ് അത്യാവശ്യം നല്ല 2CF കോമ്പിനേഷൻസ് എന്നൊക്കെ. നമുക്ക് എന്തായാലും നമ്മുടെ ഫ്രീ സ്പിൻ എന്തെങ്കിലും ഓർമ്മ കിടക്കുന്നത് അതുകൂടെ എടുക്കാം. അതായിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഡെറിക്കിൻ്റെ ഒരു ഫ്രീ സ്പിൻ ഉണ്ട്. ഡെറിക്കിന് ആർക്കെങ്കിലും കറക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമുക്കിവിടെ വേൾഡ് വൈഡിൽ ഒരെണ്ണമുണ്ട്. അതിൽ നമ്മളിപ്പോൾ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് നമ്മുടെ സെസ്കോനെയാണ്. ബെഞ്ചമിൻ സെസ്കോ.
ബെഞ്ചമിൻ സെസ്കോ അല്ലേ? ആൾ മാറിപ്പോയല്ലോ. ഇവിടെ ബെഞ്ചമിൻ സെസ്കോ. സോ നമ്മളൊന്ന് കറക്കി നോക്കാം. നമ്മളെ ടാർഗറ്റിൽ തന്നെ മൂപ്പരാൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. സോ എന്തായാലും കറക്കി നോക്കാം, സ്പിന്നെടുത്ത് നോക്കാം. കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ ആരോ വന്നിട്ടുണ്ട്. ആരാണ്? CF 93. വേറെ ആരാണ്? അൻസു ഫാത്തി. സോ നമുക്ക് അൻസു ഫാത്തിനെ വേണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, കിട്ടിയതല്ലേ, ഇരിക്കട്ടെ. എന്തായാലും നമുക്ക് ഡെറിക്കിൻ്റെ ഒരു ഫ്രീ സ്പിൻ ഉണ്ട്. ഡെറിക്കിൻ്റെ ഫ്രീ സ്പിൻ കൂടെ എടുത്തിട്ട് നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. 30 പ്ലേസിൽ 27 നമ്മളിപ്പോൾ ബാക്കിയാണ്, 3 നമ്മൾ കറക്കിയിട്ടുണ്ട്. ഇതുവരെ ഡെറിക്കിനെ കിട്ടിയിട്ടില്ല. കിട്ടിയവരൊക്കെ എന്താണ് മൂപ്പരാളുടെ കളി, എന്താണ് അവസ്ഥ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്കൊന്ന് നോക്കാമായിരുന്നു. നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഡെറിക്കിനെ കുറിച്ചൊരു വീഡിയോ ഇടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഡെറിക്കിനെ ഒന്ന് സ്പിൻ ചെയ്യാം. സോ നമുക്ക് ഡെറിക്കിനെ കിട്ടിയിട്ടില്ല. 4 സ്പിന്ന് കഴിഞ്ഞു. അത്ര ടോട്ടൽ 13 സ്പിന്ന് എന്താണ് ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല. കിട്ടിയവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സോ എന്തായാലും നമുക്ക് ഇന്നത്തേക്ക് നമുക്ക് നിർത്താം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ഇന്നത്തൊട്ട് നമ്മൾ ലൈവ് ഇടുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ ഓരോരോ CF കോമ്പിനേഷൻസ് ഒക്കെ നോക്കുന്നതായിരിക്കും. സോ മാക്സിമം കയറാൻ പറ്റുന്നവരൊക്കെ കയറുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ.